ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്താനായിട്ട് പറ്റുന്ന, അഥവാ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒന്നും അറിയാതെ സിമ്പിളായിട്ട് മണി ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ആപ്ലിക്കേഷൻ്റെ പേര് വേറൊന്നുമല്ല, ക്യാറ്റ് ക്യാഷ്. ക്യാഷ് എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വേർത്ത് ഞാനിവിടെ കാണിച്ചു തരാം. 100K പ്ലസ് ഡൗൺലോഡ്സ് ആണ് വരുന്നത്. അഥവാ 1,00,000-ൽ പരം ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലെ ആളുകൾ ഇതിനെ റിവ്യൂ ചെയ്തിട്ടുള്ളത് 4.2 സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, ഇതിന്ന് വിഡ്രോ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ ഫുള്ളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് മുഴുവനായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനേക്കാൾ നല്ല ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ അതിനെ പറ്റിയ മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഈ ഒരു ലൈക്ക് കൂടി ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡെയിലി ലക്ഷങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാൻ 10,000-ങ്ങളോ 1,000-ങ്ങളോ നിങ്ങൾ എത്രയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആപ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ ടെലഗ്രാമിലാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ടെലഗ്രാമിൽ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെലഗ്രാമിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് കൂടുതൽ വർത്തായിട്ടുള്ള എമൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ വീഡിയോയുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ, അതോടൊപ്പം ഗീവ് അവേഴ്സ് കാര്യങ്ങളൊക്കെ അതിലൂടെയാണ് അനൗൺസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. റെഫറൽ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്ത് ഓപ്പൺ ആക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ റെഫറൽ ബോണസ് കൂടി കിട്ടും. അതുകൊണ്ട് റെഫറൽ ഈ ലിങ്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നിൽ നമ്മൾ എപ്പോഴും ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്ന ആ സമയത്ത് നിങ്ങൾക്ക് സ്ഥിരം വ്യൂവേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടും എന്നും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് വരുന്നത് സിമ്പിളായിട്ടുള്ള ഈ സൈനപ്പ് വിത്ത് ഗൂഗിളാണ്. ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ID കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള അഥവാ നിങ്ങളുടെ ഫോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഇമെയിലിൻ്റെ ലിസ്റ്റ് വരും. അതിൽ നിങ്ങൾ ഏത് ഇമെയിലാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ ഒരു ഇമെയിലിൻ്റെ ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ രജിസ്ട്രേഷൻ പ്രോസസ്സ്. വളരെ സിമ്പിളായിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഡീറ്റെയിൽസോ പേഴ്സണൽ ഡീറ്റെയിൽസോ മറ്റൊന്നും നമുക്കിവിടെ ചോദിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഗൂഗിൾ ID മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വരുമ്പോൾ തന്നെ ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓഫർ വാൾസ്, ഓഫർ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ഓഫർ വാൾസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ താഴത്തെ ഇൻ്റർഫേസ് ഞാനത് പരിചയപ്പെടുത്തി തരാം. ഏൺ എന്നുള്ള ബട്ടനാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഏൺ എന്നുള്ള ബട്ടണിൽ നിങ്ങൾക്ക് ഓഫേഴ്സ് ഉണ്ട്. നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഓഫേഴ്സാണ് ഇവിടെ കാണാനായിട്ട് പറ്റുക. ടോട്ടൽ അപ്രൂവ്ഡ് എന്ന് കാണാനായിട്ട് പറ്റും, ടോട്ടൽ റിജക്റ്റഡ് എന്നുള്ളത് കാണാനായിട്ട് പറ്റും, ടോട്ടൽ പെൻഡിങ് എന്നുള്ളത് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് വരുന്നത് വാലറ്റാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സൈനപ്പ് ബോണസ്, അതോടൊപ്പം തന്നെ ഏൺഡ് ഫ്രം റെഫർ. അഥവാ ഞാൻ ഈ ഒരു ലിങ്ക് യൂസ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ഒരു ലിങ്കാണ്. ആ ഒരു ലിങ്ക് വെച്ചുകൊണ്ടാണ് എനിക്കിവിടെ 2 രൂപയോളം ഇവിടെ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്, അഥവാ 2 കോയിൻസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് മാക്സിമം നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ച് മാത്രം ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. മാത്രമല്ല അതിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് റെഫർ എന്നുള്ളത്. റെഫർ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീംമേറ്റ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും കൊളീഗ്സിനൊക്കെ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു എമൗണ്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ എന്നുള്ളത് പോയി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കാണാം. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് ഞാൻ ഇത്രയും മോർ അച്ചീവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോന്നിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാല്യൂ ഉള്ളത് കൂടുതലുള്ളതുണ്ട്. 100 കോയിൻസൊക്കെ കിട്ടുന്നതുണ്ട്, 150 കോയിൻസ് കിട്ടുന്നതുണ്ട്, 180, 800 കോയിൻസ് വരെയൊക്കെ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഫസ്റ്റത്തെ ആപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കുറേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ ക്രോമും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോറും ജസ്റ്റ് ക്ലിയർ ഡാറ്റ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്കും വീണ്ടും അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു ബജാജ് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. Paytm മണി ആയാലും ഈസി ടാസ്കുകളായാലും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാനിവിടെ ഈസി ടാസ്കിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പെർമിറ്റ് യൂസേജ് ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫോണിൻ്റെ പെർമിറ്റ് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു പെർമിഷൻ മാത്രമാണ്. അതിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ജസ്റ്റ് അതിന് ശേഷം ഈസി ടാസ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കോയിൻസ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ജസ്റ്റ് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ എന്നുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ജസ്റ്റ് ഇൻസ്റ്റാൾ ആൻഡ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 കോയിനാണ് ഇവിടെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക. ദെൻ നമ്മൾ KYC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് ഡീറ്റെയിൽസ് ചെറിയ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 50 കോയിൻസ് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് നമ്മളൊരു ട്രേഡ് അതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് 100 കോയിൻസ് അഥവാ 100 രൂപേൻ്റെ അടുത്തുള്ള വാല്യൂ വരുന്ന എമൗണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റൻറ്റ് റിവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. അതിലും ഇതേപോലെ തന്നെ KYC അപ്ഡേറ്റ് ചെയ്യുന്നതിലാണ് നമുക്ക് കൂടുതൽ ഏണിങ്സ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് അപ്ലിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ SBI കാർഡൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഈ SBI കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളാണ്. എനിക്കതുകൊണ്ട് നല്ല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്കിവിടെ വേറൊന്നുണ്ട്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ അച്ചീവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, ഇൻസ്റ്റാൾ ആൻഡ് രജിസ്റ്റർ എന്നുള്ള ബട്ടണ് അവിടെ ഉണ്ട് ഉണ്ടോ, ഇൻസ്റ്റാൾ നൗ എന്നുള്ളത് താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. റിവാർഡ് ക്രെഡിറ്റ് ഇൻസ്റ്റൻ്റ്ലി, അഥവാ നിങ്ങൾക്ക് ഒരു ബാധ്യതയും കൂടാതെ, അഥവാ നിങ്ങളിത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏണിങ്സ് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെയാണിത് അച്ചീവ് ചെയ്തത് കാണിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ക്രെഡിറ്റ് ആവുന്നത് 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ ആ ഒരു എമൗണ്ട് ഇതിലേക്ക് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഞാൻ ഇതിൽ ഓഫർ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നോ ഓഫേഴ്സ് ആണ്, ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. ഇതിൻ്റെ ഈ ഒരു സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ, 3 സക്സസ്ഫുൾ. ജസ്റ്റ് ഞാൻ എത്ര ചെയ്തിട്ടുള്ളൂ, ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു, ബാക്ക് അടിച്ച് പോരുന്നു. ഇത്രയും ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഹാപ്പി ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, 1 രൂപ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിൻ്റെ വാലറ്റിലേക്ക് കയറുന്നുണ്ട്. വാലറ്റിൽ കയറിയിട്ട് 3 രൂപയാണ്, 3 കോയിൻസാണ് എനിക്ക് ടോട്ടൽ ഉള്ളത്, ക്യാഷ് ആണുള്ളത്. ജസ്റ്റ് ഞാനത് വിഡ്രോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പോവുകയാണ്. ജസ്റ്റ് ഞാനതിൽ വിഡ്രോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ നെയിം UPID നെയിം അടിക്കുന്നു, UPID അടിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എമൗണ്ട് അടിക്കുന്നു. ഓക്കെ, ഞാനത് എമൗണ്ട് അടിച്ച് മൊത്തത്തിലടിച്ച് നിങ്ങൾക്ക് മുന്നിലൊന്നുകൂടി കാണിച്ചു തരാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. 3 രൂപ ഇവിടെ ക്രെഡിറ്റ് ആണ്, ടാസ്ക് കംപ്ലീറ്റഡ്. അതിൻ്റെ എമൗണ്ട് വീണ്ടും ക്രെഡിറ്റ് ആയിട്ടുണ്ട്. മൈ റെഡീംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആ ഒരു 3 രൂപ സക്സസ് ആയിട്ടുണ്ട്. ഞാനത് എൻ്റെ വാലറ്റിലേക്ക് കയറിയതിൻ്റെ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു എമൗണ്ട് സക്സസ് ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജെന്യൂനായിട്ട് യൂസ് ചെയ്ത് മണി ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന, അഥവാ ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്യാഷ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ മിസ് ചെയ്യേണ്ട, മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ചെറിയ എമൗണ്ടൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് വലിയ എമൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ടെലഗ്രാമിലാണ്, ടെലഗ്രാമിലേക്ക് നേരെ വിട്ടോളൂ. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.